അതെ, സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് അറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് അങ്ങനത്തെ ആഗ്രഹമില്ല. കാരണം 19 വയസ്സായി. ഇതിനിടയിൽ എത്രയോ ആൾക്കാരടുത്ത് മിണ്ടിക്ക് ഇടപഴകിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളാരെന്ന് അറിയേണ്ട ആഗ്രഹമൊന്നും എനിക്കില്ല. ഞാൻ ഒരു തത്വം പറഞ്ഞാണ്. വല്ല ഫിലോസഫി അടിച്ചല്ല. ഞാൻ ജീവിതത്തോളം എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. എൻ്റെ കാഴ്ചപ്പാട്. ആ ഓക്കെ. ആ ആ ആ കണ്ട, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്തിരിക്കണ്? ഒരു ഫോൺ വിളിച്ചാൽ അത്ര വലിയ പ്രശ്നം. ഫോൺ വിളിക്കാൻ പാടില്ലേ? പപ്പ, ആ വീട്ടിൽ അത്രേ സ്ഥലം ഉണ്ടായിട്ട് ബാലോച്ചൻ എന്തിനാ മാവിൻ ചോട്ടി വന്നിരുന്ന് ഫോൺ വിളിക്കുന്നത്? എന്റെ ദിയ, മാവിന്റെ ചോട്ടിൽ നല്ല തണലുണ്ട്, കാറ്റുണ്ട്, സമാധാനമായി ഫോൺ ചെയ്തോട്ട്. നിനക്കെന്തായിന്? കാറ്റ് കൊള്ളാനൊന്നും അല്ല, ആരും കേൾക്കാതിരിക്കാനാണ് മാവിൻ ചോട്ടി വന്നിരിക്കുന്നത്. പപ്പയോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ബാലോച്ചൻ കാമുകിയെ വിളിക്കുന്നുണ്ടെന്ന്. ഇതെപ്പോ നീ എന്നോട് പറഞ്ഞേ? അതെ, ഞങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയാം. മമ്മയോട് ഒരു കാര്യം പറഞ്ഞ മമ്മി അത് മനസ്സിൽ നിൽക്കത്തില്ല, അതുകൊണ്ടാ. നിങ്ങൾ എന്താ മനുഷ്യനോട് പറഞ്ഞേ? ഇവള് വെറുതെ ഓരോന്ന് പറയുന്നത് സത്യമൊന്നും അല്ല. ഇവള് പറഞ്ഞത് കള്ളാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തില്ല. എന്നാലും എന്നാലും ഒന്നുമില്ല, പച്ചക്കള്ള. അതെ, നേരിട്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ. എന്ത് കണ്ടാ? നമ്മളിപ്പോ അങ്ങോട്ട് ചെല്ലുമ്പം ബാലോച്ച ഫോൺ കട്ട് ചെയ്താ അതിനടുത്ത സംതിങ് ഫിഷി. ബാലോച്ചൻ ഈസ് ഹൈഡിങ് സംതിങ്. പിന്നെ ബാ, കം ഓൺ. അതെ, ഞാൻ പറഞ്ഞ എൻ്റെ ജീവിത ദർശനങ്ങളെ പറ്റി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഇതിനാ പറയാ ഫ്രണ്ട്സോ? ഞങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആവുന്നു? ഗസ്റ്റോ? അല്ല, ജസ്റ്റ് വന്നെന്നാ. ബാലച്ചൻ ഗസ്റ്റ് എന്ന് തന്നെ പറഞ്ഞത്. ഞങ്ങൾ എങ്ങനെ ഗസ്റ്റ് ആവുന്നു? നമ്മളൊരു ഫാമിലി അല്ലേ? ജസ്റ്റ് ആയിട്ട് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ജസ്റ്റ് വന്നു എന്ന് പറയായിരുന്നു. ചെവിയും കേട്ടോ ഈ കൊച്ചിന് കേട്ടോ. അല്ല ബാലു, ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മള് വന്ന ഡിസ്റ്റർബൻസ് ആയെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഒരു കാര്യം ചെയ്യാം. ബാലു സംസാരിക്കട്ടെ, എന്തോ അത്യാവശ്യമായിട്ടായിരിക്കും. അത്യാവശ്യം ഒന്നും അങ്ങനെയല്ല, എന്നാലും സംസാരിക്കും. ശരി ശരി ശരി, ഞങ്ങൾ അകത്തേക്ക് പോവാം. ഞങ്ങളൊന്ന് നീലുവമ്മയെ കണ്ടിട്ട് വരാം. ബൈ ഫ്രണ്ട്. ഓക്കെ. എന്നാലും ഞാൻ നീലുവിനെ കുറ്റം പറയുള്ളൂ. അതെ, ഈ ആണുങ്ങമ്മയുടെ സ്വഭാവം, അവര് പലയിടത്ത് പോകുന്ന ആൾക്കാരല്ലേ. ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ ശുദ്ധന്മാരായിരിക്കും. അവര് പോകുന്ന അവിടെ 1 or 2 മതിയല്ലോ പക്ഷേ പിന്നെ എന്തു സംഭവിക്കും? നമ്മുടെ കുടുംബകലഹം ഉണ്ടാവും അല്ലേ? അമ്മ എന്തോ അമ്മ പറയുന്നേ? പാവം നീലുമ്മ. നീലുമ്മ എന്തോ ചെയ്യാനാ? നീ എന്തോ നീ അറിഞ്ഞിട്ടാ? എടി, നിന്റെ പപ്പയെ ഞാൻ മോണിറ്റർ ചെയ്യണം, നീ കാണാറില്ലേ? നിന്റെ പപ്പേന്റെ മോണിറ്ററിന്റെ പാസ്വേഡ് വരെ എന്റെ കയ്യിലാണ്. എത്ര പാസ്വേഡ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ മമ്മി കാര്യം? പപ്പ ആവശ്യമുള്ളവരൊക്കെ വിളിക്കുകയും കാണുകയും പിന്നെ പുറത്തു പോയവരൊക്കെ തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറയാൻ പോണം, നിനക്കിടെ വെച്ചിട്ടുണ്ട്. നീലുവിനറിയാലോ റാമിനെ എത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞാൻ നോക്കുന്നത്. എന്നിട്ടും റാം എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഫ്രീഡം കൊടുക്കുന്ന നീലു, ബാലുവിന്റെ അവസ്ഥ എന്തായിരിക്കും? ബാലുവിന് ഞാൻ എന്തിനാ ഫ്രീഡം കൊടുക്കണേ? ബാലുവിൻ്റെ ഫ്രീഡം ബാലുവിൻ്റെ കയ്യിലല്ലേ. പിന്നെ ഹൈമ പറഞ്ഞത് ശരിയാണ്. ബാലു പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാലു എവിടെയാണ് എന്ന് വിളിച്ച് ചോദിക്കാറില്ല. പിന്നെ കൂടെ ആരുണ്ട്, ഇപ്പം എവിടെയാണ് നിൽക്കണത്, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഇല്ലേ? അയ്യോ, തെറ്റുപറ്റിപ്പോയി. അങ്ങനെ ചെയ്യരുത്. ഇത് ന്യൂ ജനറേഷൻ അല്ലേ. നമ്മളെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇവിടുന്ന് ആണുങ്ങന്മാർ പുറത്തു പോകുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കണം. എന്നിട്ട് ഫോൺ എടുത്തില്ല അപ്പം തന്നെ വീഡിയോ കോൾ ചെയ്തേക്കണം. അപ്പം നമുക്ക് അറിയാൻ പറ്റും സ്പോട്ട്, അവരെവിടെ നിൽക്കുന്നു, കൂടെ ആരൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റൂലേ. ഇതൊക്കെ ചെയ്യണ്ടേ? ചുരുക്കത്തിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ CCTV ആണ്. അങ്ങനെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വിചാരിക്കാം. ഞാൻ അങ്ങനെ ഒരു ടൈപ്പല്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് അവരുടെ പുറകെ നടന്ന് നമ്മൾ അവരെ ശല്യപ്പെടുത്തണേ? അവരവരുടെ കാര്യങ്ങൾ നോക്കട്ടെ. നമുക്കും ഉണ്ടാവില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ ചെയ്യാൻ. അത് മര്യാദക്ക് അങ്ങ് ചെയ്താൽ പോരെ? അല്ല, ഞാൻ നീലയോട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാ പോകാം. അമ്മ, അച്ഛന്റെ ചാർജർ കാണുന്നില്ലെന്നും പറഞ്ഞോണ്ട് അവിടെ ബേളം വെക്കും. അച്ഛന്റെ ചാർജർ ആ മേശകത്ത് ഇരിപ്പുണ്ട്, എടുത്തു കൊടുക്ക്. അമ്മയുടെ പവർ ബാങ്കും. അമ്മയുടെ പവർ ബാങ്ക് ഒന്ന്. പവർ ബാങ്ക് ഹോളിലുള്ള ടേബിളില്ലേ, അവിടെ ഇരിക്കുന്നുണ്ട്. ശരി അമ്മ. ചാർജറും പവർ ബാങ്കും ഒക്കെ ഇനി വേണ്ടി വരും. ഫോണിൽ കുറെ ചാർജ് വേണ്ടല്ലേ? കൊച്ചിനെ കാര്യം നോക്ക്. അമ്മയ്ക്ക് വല്ല ആവശ്യമുണ്ടോ ഇവിടെ ഒന്നെങ്കിലും? ഒരു മിനിറ്റ് നീലു, അതെ
ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒന്നും വിചാരിക്കരുത്. പറഞ്ഞു. അത് പിന്നെ എൻ്റെ കാസറോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അത് എവിടെയോ കൊടുത്തെന്ന് പറഞ്ഞല്ലോ, അത് പെട്ടെന്നൊന്ന് വീട്ടിലെത്തിക്കോ? അതേ കൊണ്ടുതരാം. അയ്യോ, ഞാൻ കാസറോൾ വയ്ക്കാൻ വന്നല്ല. അതെനിക്ക് മനസ്സിലായി. എന്നാ ഞാൻ പോട്ടെ. ബാലുവിന്റെ കാര്യം ശ്രദ്ധിക്കണേ, കാസറോളിന്റെ കാര്യം. ശരി.